ലിപ്സ്റ്റിക്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇതൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. പക്ഷേ മെയിനായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ എന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ, അല്ല കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്, നമ്മൾ കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ, നിങ്ങൾ എപ്പോഴും സോറി പറയാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ചിലപ്പോൾ അപ്പുറത്തെ ഏതോ ഒരു അമ്മാവന്റെ തെറ്റായിരിക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ തന്നെ സോറി പറയണം. സോറി സാർ, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ലെറ്റേഴ്സ്, അതായത് അപ്പോളജി ലെറ്റേഴ്സ്, ലീവ് ലെറ്റേഴ്സ് ഇതൊക്കെ എഴുതാൻ നന്നായിട്ട് പഠിച്ചിട്ട് ഇങ്ങോട്ട് എഴുതാൻ മതി. ലെറ്റർ മെയിനായിട്ട് അപ്പോളജി ലെറ്റർ, നമ്മുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഉണ്ടായില്ലായിരിക്കും. എന്നാൽ നമ്മൾ അപ്പോളജി ലെറ്റർ എഴുതണം. പിന്നെ ലീവ് ലെറ്റർ നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ലീവ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റ ലീവ് ലെറ്ററിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല. വാർഡ് ലീവ് ലെറ്റർ, പ്രിൻസിപ്പൽ ലീവ് ലെറ്റർ, കോർഡിനേറ്റർ ലീവ് ലെറ്റർ, അങ്ങനെ കുറേ ലീവ് ലെറ്റർ ഒക്കെ എഴുതേണ്ടി വരും. സോ അതാണ് രണ്ടാമത്തെ കാര്യം. ഗൈസ്, ഇതിന്റെ ഡേയിൽ നമുക്ക് നൈസായിട്ട് ഐ മേക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ നല്ല പറഞ്ഞിട്ട് തുടങ്ങിയത് അതുകൊണ്ട് പറഞ്ഞതാ. സോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ടിംഗ് സ്കിൽ. നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ ഒരു കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് വിചാരിക്കണേ അഭിനയോ മെഡിക്കൽ ഫീൽഡോ വേണം അഭിനയിച്ച് നിൽക്കണം. നമ്മുടെ സാറിൻ്റെ അടുത്ത് അഭിനയിച്ച് നിൽക്കേണ്ടി വരും. എന്തിനും പോട്ടെ, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ കൂടെ വരെ നമ്മൾ അഭിനയിച്ച് തകർക്കേണ്ടി വരും. ഗൈസ്, നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിയലൈസേഷൻ. അതായത് റിയലൈസേഷൻ ഒക്കെ വെച്ചാൽ നമ്മൾ അറിയും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലാതെ. തുടക്കത്തിൽ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ അവസാനമല്ല പകുതിയാകുമ്പോൾ തന്നെ മനസ്സിലാവും ഒരാളില്ല. മീൻസ് ജെനുവിൻ ആയിട്ട് സിൻസിയർ ആയിട്ട് നമ്മുടെ നന്മ കാണാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരും ഇല്ലാതെ നമുക്ക് മനസ്സിലാവും. ഗൈസ്, നമ്മൾ ഈ റീൽസൊക്കെ കാണുന്ന പോലെ നമ്മുടെ കൂടെ എല്ലാം സ്നേക്സ് ആയിരിക്കും. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അപവാദം റൂമേഴ്സ് അഥവാ റൂമേഴ്സ്. അതായത് നമ്മൾ പോലും അങ്ങനെയുണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മളെ കുറിച്ച് പറയാം. നമ്മൾ പോലും അങ്ങനെയുണ്ടാവില്ല. ഓ, ഞാൻ ഇങ്ങനെ എഴുതും എന്ന് നമ്മളപ്പോഴായിരിക്കും തിരിച്ചറിയാം. ഗൈസ് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഷെയറിങ് ഈസ് കെയറിംഗ് ഒക്കെ കേട്ടില്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ മിക്ക കാര്യങ്ങളും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, ഷെയറിംഗ് നല്ല. ഗൈസ്, ഇതിൻ്റെ ഇടയിൽ നമുക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ഫുള്ളും കാണിക്കുന്നില്ല, എഴുതി കഴിഞ്ഞിട്ട് കാണിച്ചാൽ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ച് ബേബി ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയും ഓവറാണ്, പക്ഷേ സാരില്ല, ഓവറായിക്കോട്ടെ. ഞാൻ റെഡി ഗൈസ്. സോ ലാസ്റ്റ് വൺ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനാണ് വന്നേക്കണം. അപ്പോൾ പഠിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊക്കെ പഠിച്ചിട്ട് പോകും. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും ഗൈസ്. ആൻഡ് നെവർ ട്രൈ ടു ഇംപ്രസ് എനിവൺ. കാരണം അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരാളും ഇല്ല നമ്മുടെ കൂടെയില്ല, നമ്മുടെ കോളേജിലില്ല. ബൈ ഗൈസ്.